നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. തങ്കച്ചി പറഞ്ഞൊരു മൊഴി അതുമാത്രമാണ് ഇപ്പൊ നമ്മുടെ മുൻപിലുള്ളത്. അത് സത്യമായി കൊള്ളണമെന്നില്ല. ആദ്യം അന്വേഷണം നടക്കട്ടെ വക്കീലെ, എന്നിട്ടല്ലേ സത്യമാണോ നുണയാണോ എന്ന് തീരുമാനിക്കാൻ പറ്റൂ. തങ്കച്ചി അങ്ങനെ നുണ പറയൂ, അതും ഇതുപോലെ ഒരു കാര്യത്തിന്? എന്തുകൊണ്ട് പറഞ്ഞൂടാ? തങ്കച്ചിക്ക് പല താല്പര്യങ്ങളുണ്ടായിരിക്കും. അത് നടത്തിയെടുക്കാൻ അവരെന്തും ചെയ്യും. അന്വേഷിച്ചില്ലെങ്കിൽ അങ്ങനൊരു കുറ്റബോധം ജീവിതകാലം മുഴുവൻ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതൊഴിവാക്കാനെങ്കിലും നമ്മൾ പരാതി കൊടുത്തേ പറ്റൂ. ശരി, ദേവിക അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാം. പക്ഷേ ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. ഈ തങ്കച്ചിയുടെ അടുത്ത നീക്കം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം. കാത്തിരിക്കണം. വേണം. നമ്മൾ കൊടുത്ത പരാതി വായുവിൽ ആവിയായി പോകാൻ പാടില്ലല്ലോ. നമ്മുടെ മുൻപിൽ പറഞ്ഞ കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിലും തങ്കച്ചി പറയണം. അങ്ങനെ പറയുന്നുണ്ടോന്ന് നമ്മൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ പരാതിയുമായിട്ട് ഇറങ്ങാവൂ. അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നാണം കെടും. അത് ശരിയാ മോളെ. പോലീസ് ചോദിക്കുമ്പോഴും തങ്കച്ചി ഇത് തന്നെ പറയണം. അല്ലെങ്കിൽ ഈ പരാതി നിലനിൽക്കത്തില്ല. ആ ഉറപ്പ് ഞാൻ വാങ്ങി തന്നോളാം. മതി. അത് കിട്ടിയാലുടനെ നമുക്ക് പെറ്റീഷൻ മൂവ് ചെയ്യാം. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചെങ്കിൽ എനിക്ക് ബാങ്കിലൊന്ന് പോകണം. ഞാനിവിടെ വരാച്ച. അല്ല മോളെ, എനിക്ക് ബാങ്കിൽ നിന്ന് ഇറങ്ങി 1-2 സ്ഥലത്ത് പോവാനുണ്ട്. അയ്യോ,